മക്കളെ, വെൽക്കം ടു ദി എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ താമസ് ആണ്. സോ നമ്മുടെ 6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ 3rd യൂണിറ്റിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ ആണ് ഏതാ, ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് അല്ലെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയുടെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ആണല്ലേ നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ഒരു ചെറിയ പോർഷൻ ആണ് നമുക്ക് ലെസൺ ആയിട്ട് അവിടെ പഠിക്കാനുള്ളത്. സോ നിങ്ങൾ മക്കളെ ആ ഒരു ലെസൺ വളരെ എൻജോയ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കല്ലേ ഇപ്പം. മക്കളെ, നിങ്ങൾ ആ ഒരു ലെസന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണ്, ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ വർഷത്തെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് കാണാം. അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ ആണ്. ഓക്കെ, കോൺവെർസേഷൻ ഒന്നെങ്കിൽ ബഷീറും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ളതാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ ഒരു ബ്രദർ ഉണ്ട് അല്ലെ, അവരുടെ ഒരു ബ്രദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആവും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ആണ് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്. അതല്ലാതെ ചില സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാറ്റേൺ ഒന്ന് മാറി വരുന്നതും കൂടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളെടുത്ത് എങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ആൻസർ ചെയ്യടാ. കാരണം നമ്മൾ നല്ല എഡ്യൂപോർട്ടിന്റെ ഏറ്റവും അടിപൊളി മക്കളാണ്. സോ നമ്മൾ അത് എങ്ങനെ വന്നാലും ആൻസർ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ആൻസർ ചെയ്യാനുള്ള ഒരു ട്രിക്ക് അല്ലെങ്കിൽ അതിന് അങ്ങനെ പാറ്റേൺ മാറി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇടാ. എന്താണ്? ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, സോ മക്കളെ, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ട്, മിസ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്തിടാം. അപ്പൊ മിസ്സിന് അറിയാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തിടാം. അതേപോലെ മക്കളെ, ഈ ഒരു ലെസന്റെ ഒക്കെ ഇപ്പം ഈ ഒരു ക്ലാസ്സിന്റെ മാത്രമല്ല, നമ്മുടെ എഡ്യൂപോർട്ടിന്റെ എല്ലാ ലെസന്റെയും നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരു ലിങ്ക് കാണടാ. സോ നിങ്ങൾ ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ടൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും. ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ മക്കളെ നമ്മുടെ എഡ്യൂപോർട്ടിലെ എല്ലാ നോട്ട്സും 6th സ്റ്റാൻഡേർഡിലെ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സ്ആപ്പ് തന്നെ നോട്ട്സ് ഒക്കെ കിട്ടും കേട്ടോ. ഓക്കെടാ, നമുക്ക് ഇനി ഒട്ടും ടൈം കളയാതെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം അല്ലെ. യെസ്, നോക്കിടാ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. എന്താണ്? ഇൻ ദ സ്റ്റോറി റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് we enjoy the beauty of 2 acres of land of വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ. ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞ ഒരു ബഷീറിന്റെ സ്റ്റോറിനകത്ത് നമ്മൾ എന്താണ് കണ്ടിട്ടുള്ളത്? അദ്ദേഹം ഒരു 2 ഏക്കർ പ്ലോട്ട് അല്ലെ, ഒരു 2 ഏക്കർ സ്ഥലവും അതിന് നടുക്ക് ഒരു പഴയ വീടും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അല്ലെ, ആ ഒരു വീട് വാങ്ങിച്ചതിന്റെ സന്തോഷത്തിലാണ് ബഷീർ ഉള്ളത്. സോ ഇൻ ഹിസ് ലാൻഡ് there were different kinds of things such as കോക്കനട്ട് പാംസ്, ബേർഡ്സ്, ബട്ടർഫ്ലൈസ് എക്സെട്ര അല്ലെ. അദ്ദേഹത്തിന്റെ ആ ഒരു 2 ഏക്കർ സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലടാ. എനിക്കൊന്ന് ആ ഒരു ലെസന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലോട്ടും അവിടെ വരുന്ന കുറച്ച് വിരുന്നുകാരും ഇങ്ങനെയൊക്കെയാണ് അല്ലെ. സോ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം പറയുന്നതിൽ നിന്നും ഇന്ന സാധനങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. പ്രിപ്പയർ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബഷീർസ് പ്ലോട്ട്. ഓക്കെ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ 2016-17 വർഷത്തില് 2016-17 വർഷത്തില് ഒരു എക്സാമിന് എനിക്ക് നിങ്ങളുടെ 2nd ടേം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇനിയിപ്പോ ഏകദേശം ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. നമുക്ക് ക്രിസ്മസ് എക്സാമിലൊക്കെ നമുക്ക് ഇപ്പോഴേ പഠിക്കണം അല്ലെ. നമുക്ക് നോക്കടാ അതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നമുക്കൊരു ഏകദേശം നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാം. അതിന് മുന്നേ മക്കളെ, നിങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം? ബഷീർ പറയുന്നുണ്ട് അല്ലെ, ഞാൻ ആ ഒരു 2 ഏക്കർ പ്ലോട്ട് അല്ലെ, 2 ഏക്കർ സ്ഥലം ഞാൻ വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ആ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് കോക്കനട്ട് പാംസ് അല്ലെ. കോക്കനട്ട് പാംസ് എന്താണ്? കോക്കനട്ട് പാം എന്ന് പറഞ്ഞാൽ എന്താ? കോക്കനട്ട് പാം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലെ. എന്താണ്? തെങ്ങും തോപ്പ് അല്ലെങ്കിൽ ഒരുപാട് നാളികേര അല്ലെ, നമ്മുടെ തെങ്ങുകളൊക്കെയുള്ള, നാളികേര മരം എന്ന് പറയേണ്ട ആവശ്യമില്ല, തെങ്ങുകളൊക്കെയുള്ള ഒരു തെങ്ങും തോപ്പും അതിന്റെ നടുക്ക് ഒരു പഴയ വീടുമാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് നോക്കിയേ, അങ്ങനത്തെ ഒരു ഇമേജ് ആണ് അല്ലെ, ഒരു തെങ്ങും തോപ്പും ഒരു പഴയ വീടുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 2 ഏക്കർ ലാൻഡ് ആയിരുന്നു പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അവിടെ വരുന്ന ചില ട്രെസ്പാസേഴ്സ്. എന്താണ് ട്രെസ്പാസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താണ് ട്രെസ്പാസേഴ്സ് എന്ന് പറഞ്ഞാല്? വഴിപോക്കർ അല്ലെ. ട്രെസ്പാസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിപോക്കർ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വഴിപോക്കർ എന്നല്ല, അതിക്രമിച്ച് കിടക്കുന്ന ആൾക്കാർ അല്ലെ. നമ്മുടെ സമ്മതം കൂടാതെ, നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് അതിക്രമിച്ച് കിടക്കുന്ന ആൾക്കാരാണ് നമ്മൾ ട്രെസ്പാസേഴ്സ് എന്ന് പറയാ. സോ ബഷീർ വാങ്ങിയിട്ടുള്ള ഈ ഒരു 2 ഏക്കർ പ്ലോട്ടില് ഇതേപോലെ ചില ട്രെസ്പാസേഴ്സ് വരുന്നുണ്ട്. ആരൊക്കെയാണ് ആ ട്രെസ്പാസേഴ്സ് അല്ലെ? വെറൈറ്റി ഓഫ് ബട്ടർഫ്ലൈസ്, ഒരുപാട് തരത്തിലുള്ള ബട്ടർഫ്ലൈസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഒരുപാട് തരത്തിലുള്ള ബേർഡ്സ് അല്ലെ, സോങ് ബേർഡ്സും ഒരുപാട് തരത്തിലുള്ള
കിളികൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്, കുറച്ച് പ്രെഡേറ്ററി ആയിട്ടുള്ള ആനിമൽസ് വരുന്നുണ്ടെന്ന് പറയുന്നത് അല്ലെ. എന്താണ്, കാക്ക വരുന്നുണ്ട് അല്ലെ, നമ്മുടെ കാക്ക വരുന്നുണ്ട്. കാക്ക എന്തിനാ വരുന്നത്, അവിടെയുള്ള കോഴിയമ്മേനെയും അതിന്റെ മക്കളെയൊക്കെ ഉപദ്രവിക്കാനും അല്ലെ, മക്കളെ റാഞ്ചി കൊണ്ടുപോകാനും വേണ്ടി കാക്ക വരുന്നുണ്ട്. അതേപോലെ ഹോക്ക് അല്ലെ, നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഹോക്ക് HAWK, ഓക്കെ, ഹോക്ക് എന്നുള്ള വാക്ക് കണ്ടിട്ടുണ്ടാവും. എന്താണ് ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് പ്രാപ്പിടിയൻ അല്ലെങ്കിൽ പരുന്തിന്റെ തന്നെ വേറെ പരുന്തിന്റെ ഒരു ബന്ധുവായിട്ട് വരും. ഓക്കെ, പ്രാപ്പിടിയൻ അല്ലെങ്കിൽ ഇർലാടൻ എന്നൊക്കെ പറയുന്ന കേൾക്കാം. ഓക്കെ, സോ അതാണ് ഹോക്ക്. ഹോക്ക് അല്ലെങ്കിൽ കാക്കകളൊക്കെ വന്നിട്ട് ഈ കോഴിയമ്മേനെയും അതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കും. സോ ഈ ഒരു ചെറിയ ജീവികളെയൊക്കെ കാണാം. അതേപോലെ തന്നെ മംഗൂസ് അല്ലെ, ഈ കോഴിയമ്മയ്ക്ക് എന്താ ഹോക്കിനെയും ക്രോനെയും മാത്രമല്ല മംഗൂസിനെ അല്ലെ, കീരിനെയും പേടിക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ കോഴികളെ പിടിക്കാൻ വേണ്ടി ചില കുറുക്കന്മാരല്ലേ, ബാംബൂ തിക്കറ്റ്സ് അല്ലെ, ബാംബൂ തിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ മുളങ്കാടൊക്കെ ഉണ്ട്. സോ ആ മുളങ്കാടിന്റെ ഉള്ളിലെ അല്ലെങ്കിൽ ആ ഒരു ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ വള്ളിച്ചെടികളാണ് അല്ലെ, കുറ്റിക്കാടുകൾ എന്ന് പറയില്ല, അതിനാണ് ഷ്രബ്സ് എന്ന് പറയാ. സോ ആ ഷ്രബ്സിന്റെ അകത്ത് അല്ലെങ്കിൽ കുറ്റിക്കാടിന്റെ അകത്ത് കുറുക്കന്മാരുണ്ട്. അതേപോലെ തന്നെ എലികളുണ്ട്, ഒരുപാട് എലികളുണ്ട്. ബഷീർ ചോദിക്കുന്നുണ്ട് എലി ഇല്ലാത്ത സ്ഥലം എവിടെയാണെന്നുള്ളത് അല്ലെ. സോ അവിടെ ഒരുപാട് എലികളുണ്ട്. പിന്നെന്താണ്, അണ്ണാൻകുഞ്ഞന്മാരുണ്ടാ, ഒരുപാട് അണ്ണാൻകുഞ്ഞന്മാര് വന്നിട്ട് അല്ലെ, ബഷീറിന്റെ വൈഫ് വന്ന് പറയുന്നില്ലേ, കുറ്റം പറയുന്നുണ്ടല്ലോ, ഇവിടെ ഈ അണ്ണാന്മാരൊക്കെ വന്നിട്ട് നമ്മുടെ ജാക്ക് ഫ്രൂട്ട്സും ഗുവാവാസും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അണ്ണാൻകുഞ്ഞന്മാരുണ്ട്. അതേപോലെ ഒരു വലിയൊരു കോബ്രനെ കാണുന്നുണ്ടല്ലേ ബഷീർ, അവിടെ വലിയൊരു കോബ്രനെ കാണുന്നുണ്ട്. പിന്നെന്താണ്, ഒരു ബാറ്റ് എന്നല്ല ബാറ്റ്സിനെ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ട്രെസ്പാസേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ജീവികൾ ആ ഒരു പ്ലോട്ടിൽ വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ മക്കളെ. ഇതിനെല്ലാം കൂടെ നമ്മൾ ചെറുങ്ങനെ ഒരു കുഞ്ഞൊരു പാരഗ്രാഫ് ആക്കി ഇടാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ മിസ് കാണിച്ചു തരാം, നിങ്ങളൊന്ന് നോക്കിയിടാം. വൈക്കം മുഹമ്മദ് ബഷീർസ് 2-acre plot was a beautiful heaven. കണ്ട മക്കളെ, ഹെവൻ അല്ല, എന്താണ് ഹെവൻ, HEAVEN, ഹെവനും HAVEN, ഹാവനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഹെവൻ എന്ന് പറഞ്ഞാലടാ സ്വർഗമാണ് അല്ലെ, ഹെവൻ എന്ന് പറഞ്ഞാല് സ്വർഗമാണ്. ഹാവൻ എന്ന് പറയുമ്പം ഹെവൻ അല്ല ഹാവൻ ആണ്. ഹാവൻ എന്ന് പറയുമ്പം സങ്കേതമാണ്. ഓക്കെ, സങ്കേതം അല്ലെങ്കിൽ ഒരുപാട് അല്ലെ, നമ്മൾ എന്താ പറയാ, ഇപ്പം ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് കൂടുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്ന ഒരു സ്ഥലത്തിനാണ് നമ്മൾ സങ്കേതം. പീസ്ഫുള്ളി നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു സ്ഥലത്തിനാണ് സങ്കേതം എന്ന് പറയുന്നത്. സോ വൈക്കം മുഹമ്മദ് ബഷീർസ് 2-acre plot was a beautiful haven. ഒരുപാട് ജീവികൾ ഒരുമിച്ച് കഴിയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹാവൻ അല്ലെ, ഒരു സങ്കേതമായിരുന്നു. It had tall coconut palms. അതിനെന്താണ്, ഒരുപാട് ടോൾ ആയിട്ടുള്ള നല്ല നീളത്തിലുള്ള കോക്കനട്ട് പാംസ് അല്ലേ, അല്ല എന്താണ് കോക്കനട്ട് പാം എന്ന് പറയുമ്പോൾ തെങ്ങുകളുണ്ട്. ആൻഡ് ഓൾഡ് ഹൗസ്, ഒരു പഴയ വീടുണ്ട്. ആൻഡ് എ വൈബ്രന്റ് കോർട്ട്യാർഡ്, ഒരു നല്ല ഭംഗിയുള്ള ഒരു മുറ്റമുണ്ട്. The land was filled with colorful butterflies and various birds. അല്ലെ, ഒരുപാട് തരത്തിലുള്ള ബട്ടർഫ്ലൈസ്, നമ്മൾ പറഞ്ഞു അല്ലെ ഏതൊക്കെ ആനിമൽസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു, ബട്ടർഫ്ലൈസ്, then birds such as birds, അത് മാത്രമല്ല വേരിയസ് ബേർഡ്സ് വരുന്നുണ്ട്, such as crows. such as എന്ന് പറയുമ്പോൾ ക്രോസ് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. പിന്നെന്താണ്, ക്രോസ് ഉണ്ട് അല്ലെ, കാക്കകളുണ്ട്, ഹോക്സ് ആൻഡ് സോങ് ബേർഡ്സ്. യെസ്, കാക്കകളുണ്ട്, ഹോക്സ് ഉണ്ട്, അതേപോലെ സോങ് ബേർഡ്സ്, പാട്ട് പാടാൻ വരുന്ന കിളികള്, ഇതെല്ലാം അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ദി പ്രോപ്പർട്ടി വാസ് ഓൾസോ ഹോം ടു മെനി ഫ്രൂട്ട്സ്. അവിടെ എന്താണ്, ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. എന്താണ് അവരുടെ വൈഫ് വന്നിട്ട് പറയില്ല, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ഗ്വാവ ഉണ്ട്, അതേപോലെ കോക്കനട്ട്സ് ഉണ്ടാവുന്നുണ്ട്, പ്ലാന്റെയിൻ പഴം അല്ലെ, ബനാന ഉണ്ടാവുന്നുണ്ട്. സോ ഇൻക്ലൂഡിങ് ജാക്ക് ഫ്രൂട്ട്സ്, ഗുവാവാസ് ആൻഡ് മാംഗോസ്. എന്തൊക്കെ തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ. സോ ആ 2-acre പ്ലോട്ടില് ഈ കുഞ്ഞു കുഞ്ഞു ആനിമൽസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് വാസ് എ ഹോം ടു മെനി ഫ്രൂട്ട്സ്, ഒരുപാട് ഫ്രൂട്ട്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്, ഇൻക്ലൂഡിങ് ജാക്ക് ഫ്രൂട്ട്സ്, ഗുവാവാസ് ആൻഡ് മാംഗോസ്, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ബാംബൂ തിക്കറ്റ്സ് ആൻഡ് shrubs provided shelter for animals like squirrels, mongooses, foxes and rats. അല്ലെ, എന്താണ് ബാംബൂ തിക്കറ്റ്സ് അല്ലെ, ബാംബൂ തിക്കറ്റ് എന്ന് പറയുമ്പോ എന്താ, മുളം കാടുകളാണ്. ഓക്കെ, മുളം കാടുകൾ, ബാംബൂ തിക്കറ്റ് എന്ന് പറയുമ്പോ എന്താണ്, മുളം കാടുകളാണ് കേട്ടോ, മുളം കാടുകളാണ്. ഓക്കെടാ, മുളം കാടുകൾ. ഓക്കെ, സോ ബാംബൂ തിക്കറ്റ്സ് ആൻഡ് shrubs. shrub എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞല്ലോ കുറ്റിച്ചെടികൾ അല്ലെ, കുറ്റിക്കാടുകളാണ് അല്ലെ. പ്രൊവൈഡഡ് ഷെൽട്ടർ ഫോർ ആനിമൽസ് ലൈക്ക് സ്ക്വിറൽസ് അല്ലെ, എന്താണ് അവിടെ അണ്ണാന്മാരുണ്ടായിരുന്നു, മംഗൂസസ് കീരികൾ ഉണ്ടായിരുന്നു, ഫോക്സസ് കുറുക്കന്മാരും അതേപോലെ എലികളും. ഈ ജീവികളൊക്കെ തന്നെയും ആ പറമ്പിലൊക്കെ ഉണ്ട്. ബഷീർസ് ലാൻഡ് വാസ് എ thriving ecosystem where humans and animals
coexisted. So എന്താണ് ലാസ്റ്റ് പറയുന്നത് എന്താണ്? ബഷീർസ് ലാൻഡ് വാസ് എ ത്രൈവിംഗ് എക്കോസിസ്റ്റം അല്ലെ, ഒരു എക്കോസിസ്റ്റം തന്നെയാണ് ആ സ്ഥലം എന്നാണ് പറയുന്നത്. ഒരുപാട് ജീവികൾ ഒരുമിച്ച് ഹാർമണിയസ് ആയിട്ട് അല്ലെ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, ഒരു ചിലത് നേരെ പിടിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ കോഴീന്റെ മക്കളെ ഹോക്ക് റാഞ്ചാൻ വേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം പാമ്പ് വന്ന് എലിയെ പിടിക്കുന്നുണ്ടാവാം. അപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ടോം ആൻഡ് ജെറി ഫൈറ്റുകളൊക്കെ ആയിട്ട് ഇവരെല്ലാരും കൂടെ അവിടെ ജീവിച്ചു പോകുന്നുണ്ട്. പിന്നെന്താണ്, ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് കോഎക്സിസ്റ്റഡ്. അവിടെ ആനിമൽസ് മാത്രമല്ല, മനുഷ്യന്മാരും ബഷീറും ബഷീറിന്റെ ഫാമിലിയും അവിടെ ജീവിച്ചു പോകുന്നുണ്ട്. സോ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് കോഎക്സിസ്റ്റഡ്. ബഷീർസ് പ്രോപ്പർട്ടി ഷോഡ് ദാറ്റ് ഈവൻ എ സ്മോൾ പോട്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ എഴുതി വെക്കണേ. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സൈഡിൽ, ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോ. കാരണം നിങ്ങൾക്ക് ഇതിന് മാത്രമല്ല ഏതൊരു ആൻസറിനും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് കേട്ടോ ഇത്. ഓക്കേടാ. സോ ഇതൊന്ന് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ടോ, നല്ലതായിരിക്കും. ബഷീർസ് പ്രോപ്പർട്ടി ഷോഡ് ദാറ്റ് ഈവൻ എ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ് കുഡ് സപ്പോർട്ട് എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ലൈഫ്. സോ എന്താണ് ബഷീർസ് പ്രോപ്പർട്ടി? ഇവിടെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോ എന്താ, വസ്തു. ഓക്കെ, വസ്തു അല്ലെങ്കിൽ സ്ഥലം. ഓക്കേടാ. സോ ബഷീർസ് പ്രോപ്പർട്ടി ഷോഡ് ദാറ്റ് ഈവൻ എ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. പ്ലോട്ട് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. പ്ലോട്ട് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. പ്ലോട്ട് ഓഫ് ലാൻഡ് കുഡ് സപ്പോർട്ട് എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ലൈഫ്. എന്താണ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞാല്? ഓക്കെ, വ്യത്യസ്തതയാർന്നത് കേട്ടോ. വ്യത്യസ്തം. ഓക്കെ, ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ലൈഫ്. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി ഈ ഒരു സ്ഥലത്തിന് കഴിയുന്നുണ്ട്. റിമൈൻഡിങ് അസ് ഓഫ് ആ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ടു കെയർ ഫോർ എർത്ത്. സോ അത് എന്തിനാണ് നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത്? നമ്മൾ എന്തിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. റിമൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മപ്പെടുത്താനാണ്. റിമൈൻഡിങ് അസ് ഓഫ് ആർ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, കൂട്ടുത്തരവാദിത്വം. ഓക്കെ, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അത് നീല കളർ ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഷെയർഡ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞാല് കൂട്ടുത്തരവാദിത്തം കേട്ടോ. കൂട്ടുത്തരവാദിത്തം. ഓക്കെ, അതായത് എല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്നോ എന്നുള്ളതല്ല, എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ് കേട്ടോ. സോ ഈ ആനിമൽസിനെ അല്ലെങ്കിൽ ഈ ഒരു നേച്ചറിനെ, ഈ ഒരു പ്ലാനറ്റിനെ, നമ്മുടെ എർത്തിനെ സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലേ ബഷീർ പറയുന്നത് എന്താണ്, എല്ലാം ഭൂമിയുടെ അവകാശികളാണ്. മനുഷ്യർ മാത്രമല്ല, ഈ ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും, എല്ലാ ലിവിങ് ബീയിങ്സും ഭൂമിയുടെ അവകാശികളാണെന്നാണ് ബഷീർ അതിനകത്ത് പറയുന്നത്. സോ മക്കളെ, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയാൽ, ഒരു ഡിസ്ക്രിപ്ഷൻ ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല്, ചോദിച്ചു കഴിഞ്ഞാല് എങ്ങനെയൊക്കെ ആൻസർ എഴുതണം, അതിൻ്റെ അകത്തുള്ള ആ പ്ലോട്ടിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ ലാസ്റ്റ് എന്താണ്, ഈ ഒരു ബഷീറിന്റെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, ഒരു കോ എക്സിസ്റ്റിംഗ് അല്ലെ, മനുഷ്യരും ആനിമൽസും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഹാവൻ ആണ് നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങളുടെ ആൻസർ വളരെ പെർഫെക്റ്റ് ആണിടാ. സോ അത്രയല്ലേടാ നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞ ഓർമ്മയിട്ടല്ലോ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെന്നാണെങ്കിലോ അതെന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.